ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. ബിലീവേഴ്സ് ചർച്ച് വിജയഗിരി പബ്ലിക് സ്കൂൾ അണ്ണലൂർ PO അഷ്ടമിച്ചിറ ചാലക്കുടി. കൊരട്ടി ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച വീട്ടമ്മ മരിച്ചു. അങ്കമാലി വേങ്ങൂർ മഠത്തിപ്പറമ്പിൽ ഷാജുവിന്റെ ഭാര്യ ഷിജിയാണ് മരിച്ചത്. മകൻ രാഹുലിന് ഗുരുതരമായി പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ LDF കള്ളരേഖകൾ ഉണ്ടാക്കുന്നുവെന്ന് BJP ആരോപണം. കള്ളരേഖ ഉണ്ടാക്കുന്നവരുടെ പേരിലും ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ പേരിലും നടപടിയെടുക്കണമെന്നും BJP മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. ദേശീയപാത ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. അങ്കമാലി വേങ്ങൂർ മഠത്തിപ്പറമ്പിൽ ഷാജുവിന്റെ ഭാര്യ ഷിജിയാണ് മരിച്ചത്. കൂടെയുണ്ടായിരുന്ന മകൻ രാഹുലിന് ഗുരുതരമായി പരിക്കേറ്റു. ഇന്ന് രാവിലെ 11:30ഓടെയായിരുന്നു അപകടം. അങ്കമാലി ഭാഗത്തു നിന്ന് വരികയായിരുന്ന 2 വാഹനങ്ങളും സിഗ്നൽ കഴിഞ്ഞ് പോകുമ്പോൾ ടോറസ് ലോറി സ്കൂട്ടറിൽ തട്ടി വലിച്ചുകൊണ്ടുപോയതായി പറയുന്നു. റോഡിലേക്ക് തെറിച്ചു വീണ ഷിജിയുടെ ദേഹത്ത് കൂടി ടോറസ് ലോറി കയറിയിറങ്ങുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ 2 പേരെയും കറുകുറ്റിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. എങ്കിലും ഷിജിയുടെ ജീവൻ രക്ഷിക്കാനായില്ല. കൊരട്ടി പോലീസും ചാലക്കുടിയിൽ നിന്ന് ഫയർഫോഴ്സും എത്തി രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. മകൻ രാഹുലിന് ഗുരുതര പരിക്കേറ്റ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. LDF കള്ളരേഖകൾ ഉണ്ടാക്കുന്നുവെന്ന് BJP ആരോപണം. കൊടുങ്ങല്ലൂർ നഗരസഭാ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി വോട്ട് ചേർക്കലും നീക്കം ചെയ്യലുമായി ബന്ധപ്പെട്ട് കള്ളരേഖകൾ സൃഷ്ടിച്ച് വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യാനുള്ള നടപടിയുമായി LDF മുന്നോട്ടു പോയാൽ കൊടുങ്ങല്ലൂരിലെ സമാധാനം തകരുമെന്ന് BJP. ഇത്തരത്തിൽ കള്ളരേഖയുണ്ടാക്കുന്നവരുടെ പേരിലും ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ പേരിലും നടപടിയെടുക്കണമെന്നും BJP മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. വോട്ട് ചേർക്കാൻ കള്ളരേഖകൾ ഉണ്ടാക്കുന്നതായി അറിവ് ലഭിച്ചിട്ടുണ്ടെന്നും BJP ആരോപിച്ചു. മണ്ഡലം പ്രസിഡന്റ് KS വിനോദ് അധ്യക്ഷത വഹിച്ചു. LK മനോജ്, KR വിദ്യാസാഗർ, പ്രതിപക്ഷ നേതാവ് TS സജീവൻ, മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് രശ്മി ബാബു, ശാലിനി വെങ്കിടേഷ്, ധന്യ ഷൈൻ എന്നിവർ സംസാരിച്ചു. പുതിയ അക്കാദമി കലണ്ടർ വിദ്യാലയങ്ങളിലെ പാഠ്യേതര പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുന്നുവെന്ന് KPSTA. ശനിയാഴ്ചകളിലെ NCC, ജൂനിയർ റെഡ് ക്രോസ്, സ്റ്റുഡന്റ് പോലീസ്, സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ്, ലിറ്റിൽ കൈറ്റ്സ്, സ്കോളർഷിപ്പ് ക്ലാസുകൾ, കലാകായിക പരിശീലനങ്ങൾ തുടങ്ങിയ പാഠ്യേതര പ്രവർത്തനങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കുകയും ചെയ്യുന്ന പുതിയ അക്കാദമിക് കലണ്ടർ പിൻവലിക്കണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ ചാലക്കുടി സബ് ജില്ലാ കമ്മിറ്റി സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പ്രതിഷേധ സൂചകമായി അധ്യാപകർ ശനിയാഴ്ചയിലെ ക്ലസ്റ്റർ ബഹിഷ്കരിച്ച് DDE ഓഫീസിലേക്ക് മാർച്ച് നടത്തുമെന്നും KPSTA അറിയിച്ചു. ഉപജില്ലാതല സമരപ്രഖ്യാപന കൺവെൻഷനും മെമ്പർഷിപ്പ് ഉദ്ഘാടനവും KPSTA സംസ്ഥാന വൈസ് പ്രസിഡന്റ് സാജു ജോർജ് നിർവഹിച്ചു. ഉപജില്ലാ പ്രസിഡന്റ് PU രാഹുൽ അധ്യക്ഷനായിരുന്നു. തുമ്പൂർ സർവീസ് സഹകരണ ബാങ്ക് ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ലതാ ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ആരംഭിച്ച ഒരു സഹകരണ പ്രസ്ഥാനം എന്തുകൊണ്ട് അതിന്റെ പ്രവർത്തന മേഖലകളിൽ കാർഷിക സഹകരണ ബാങ്ക് എന്ന് പറയുമ്പോൾ തീർച്ചയായും കർഷകരോടൊപ്പം നിലനിൽക്കണം എന്നത് മാഷ് പറഞ്ഞ വാചകം വളരെ അന്വർത്ഥമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഒരു മനുഷ്യന്റെ ജനനം മുതൽ മരണം വരെയുള്ള എല്ലാ ആവശ്യങ്ങൾക്കും സഹകരണ പ്രസ്ഥാനം വലിയ ഊന്നൽ നൽകിക്കൊണ്ടാണ് ഓരോ ബാങ്കിൻ്റെയും പ്രവർത്തന പരിധി നിശ്ചയിച്ചുകൊണ്ടുള്ള ആ കാലഘട്ടത്തിന് അനുയോജ്യമായ പ്രവർത്തനങ്ങൾ ഏതൊരു ഭരണസമിതിയും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയും ഏറ്റെടുക്കുന്നത്. എനിക്ക് തോന്നുന്നു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കൺവീനറായി സജീവ് മാഷ് വരുമ്പോൾ മാഷ് ഇക്കോ ടൂറിസത്തെ ഉൾപ്പെടെ പ്രൊമോട്ട് ചെയ്യുന്ന കാർഷിക മേഖലയിൽ അതിൻ്റെ സന്നദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടെ പൊതുപ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നടത്തുന്ന കർഷക സംഘത്തിന്റെ കൂടി പ്രവർത്തകരായി മാറിയതിന്റെ ഒരു അഭിരുചി എനിക്ക് തോന്നുന്നു ഈ ഞാറ്റുവേലയിൽ കയ്യൊപ്പായി കാണുന്നുണ്ട് എന്ന് ആദ്യമേ ഞാൻ സൂചിപ്പിക്കുകയാണ്. അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി കൺവീനർ TS സജീവൻ അധ്യക്ഷത വഹിച്ചു. മുകുന്ദപുരം അസിസ്റ്റന്റ് രജിസ്ട്രാർ ബ്ലിസൻ C ഡേവിസ് മുഖ്യാതിഥിയായിരുന്നു.
ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ ശശികുമാർ ഇടപ്പുഴ, ടെസി ജോയ്, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ക്ഷേമകാര്യ സ്ഥിരം സമിതി ചെയർമാൻ ഷീജ ഉണ്ണികൃഷ്ണൻ, പഞ്ചായത്ത് അംഗം രഞ്ജിത ഉണ്ണികൃഷ്ണൻ, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് KV മോഹനൻ, KR വർഗീസ്, ലിജോ ലൂവിസ് പുല്ലൂക്കര, ജിജോ പെരേപ്പാടൻ, സിജോ പാറേക്കാരൻ, സെക്രട്ടറി ഇൻചാർജ് KS മനോജ് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള അനുമോദന ചടങ്ങ് നടക്കും. ജൂൺ 30 വരെയാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്. പുത്തഞ്ചിറ ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റോമി ബേബി ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു പഴമയുടെ കൃഷി ഉണർത്തുന്ന ഒരുപാട് കർഷകരെ ആദരിക്കുകയും അവർക്ക് അനുസൃതമായിട്ടുള്ള കൃഷിരീതി, ശാസ്ത്രീയമായ രീതിയിലുള്ള കൃഷി ചെയ്യുന്നതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഗ്രാമപഞ്ചായത്തും നമ്മുടെ സംസ്ഥാന സർക്കാർ വിഭാവന ചെയ്യുന്ന രീതിയിലേക്കുള്ള ഓണത്തിന് കുറുമുറം പച്ചക്കറി എന്നുള്ള രീതിയിലേക്കുള്ള ഒരുപാട് പ്രവർത്തനങ്ങൾ കൃഷിഭവനുമായി ബന്ധപ്പെട്ടുകൊണ്ട് നടത്തപ്പെടുന്നുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരിയേറെ കർഷകർ, ചെറുപ്പക്കാരടക്കം, കുടുംബശ്രീയുടെ പ്രവർത്തകരടക്കം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ എല്ലാം തന്നെ നമ്മുടെ കൃഷിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജൈവ കൃഷിയെ ഊന്നി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ കൂടുതൽ ആളുകളെ ഈ വർഷം നമുക്ക് ഒരുപാട് ജൈവ കൃഷി കർഷകരെ കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള കമ്മിറ്റികൾ, പഞ്ചായത്ത് തല കമ്മിറ്റികളെല്ലാം നമ്മൾ ചേർന്നിട്ടുണ്ട്. സ്ഥിരം സമിതി ചെയർപേഴ്സൺ AN രേണുക അധ്യക്ഷയായി. സ്ഥിരം സമിതി അധ്യക്ഷരായ VA നദീർ, സംഗീത അനീഷ്, കാർഷിക കർമ്മസേന പ്രസിഡന്റ് ES ശശിധരൻ, കൃഷി ഓഫീസർ രേഷ്മ എന്നിവർ സംസാരിച്ചു. ജൂലൈ 1 വരെയാണ് ഞാറ്റുവേല ചന്ത സംഘടിപ്പിച്ചിരിക്കുന്നത്. കൊടുങ്ങല്ലൂരിൽ വ്യായാമം ചെയ്യുന്നതിനിടയിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി കുഴഞ്ഞു വീണു മരിച്ചു. മേത്തല കൈതക്കാട്ട് സനലിന്റെ മകൻ 20 വയസ്സുള്ള സമൽ കൃഷ്ണയാണ് മരിച്ചത്. ചൊവ്വാഴ്ച രാത്രിയിലായിരുന്നു സംഭവം. ട്രെഡ്മില്ലിൽ വ്യായാമം ചെയ്യുന്നതിനിടയിൽ സമൽ കൃഷ്ണ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. മാലിയങ്കര SNM എഞ്ചിനീയറിംഗ് കോളേജിലെ വിദ്യാർത്ഥിയാണ് സമൽ കൃഷ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ബിലീവേഴ്സ് ചർച്ച്, വിജയഗിരി പബ്ലിക് സ്കൂൾ, അണ്ണലൂർ PO, അഷ്ടമിച്ചിറ, ചാലക്കുടി. കൊരട്ടി ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിൽ ടോറസ് ലോറി സ്കൂട്ടറിലിടിച്ച വീട്ടമ്മ മരിച്ചു. അങ്കമാലി വേങ്ങൂർ മഠത്തിപ്പറമ്പിൽ ഷാജുവിന്റെ ഭാര്യ ഷിജിയാണ് മരിച്ചത്. മകൻ രാഹുലിന് ഗുരുതരമായി പരിക്കേറ്റു. കൊടുങ്ങല്ലൂരിൽ LDF കള്ളരേഖകൾ ഉണ്ടാക്കുന്നുവെന്ന് BJP ആരോപണം. കള്ളരേഖ ഉണ്ടാക്കുന്നവരുടെ പേരിലും ഇതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥരുടെ പേരിലും നടപടിയെടുക്കണമെന്നും BJP മണ്ഡലം കമ്മിറ്റി ആവശ്യപ്പെട്ടു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.